നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. തിരഞ്ഞെടുപ്പിലെ ദയനീയ പരാജയത്തിനു പിന്നാലെ ചേർന്ന CPI തിരുവനന്തപുരം ജില്ലാ എക്സിക്യൂട്ടീവ് യോഗത്തിൽ മുഖ്യമന്ത്രിക്കും സംസ്ഥാന സർക്കാരിനുമെതിരെ രൂക്ഷ വിമർശനമാണ് ഉയർന്നിരിക്കുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഏകപക്ഷീയമായ പെരുമാറ്റമാണ് മുന്നണിയെ ദയനീയ പരാജയത്തിലേക്ക് നയിച്ചതെന്നാണ് നേതാക്കൾ ഉയർത്തിയ വിമർശനം. മുസ്ലിം സമുദായത്തെ മാത്രം പ്രീണിപ്പിക്കാനുള്ള ശ്രമമാണ് മുഖ്യമന്ത്രി നടത്തിയതെന്നും ഈ സമുദായം ഇടതു മുന്നണിക്ക് വോട്ട് ചെയ്തില്ല എന്ന് മാത്രമല്ല മറ്റു സമുദായങ്ങൾ മുന്നണിയിൽ നിന്ന് അകലുകയും ചെയ്തുവെന്നും യോഗം ചൂണ്ടിക്കാട്ടി. തിരഞ്ഞെടുപ്പിന് മുൻപ് പൗരത്വ നിയമത്തെ മുൻനിർത്തി നടത്തിയ യോഗത്തിൽ എല്ലാ ജില്ലകളിലും മുസ്ലിം സമുദായത്തെ മാത്രം പ്രീണിപ്പിക്കാനുള്ള ശ്രമമാണ് മുഖ്യമന്ത്രി നടത്തിയത്. എന്നാൽ ഈ സമുദായത്തിന്റെ വോട്ട് LDFന് ലഭിച്ചില്ല. ഹിന്ദുക്കൾ അടക്കമുള്ള മറ്റു സമുദായങ്ങൾ LDFൽ നിന്ന് അകലുകയും ചെയ്തു. എല്ലാ മതങ്ങളെയും ഒരുമിച്ച് നിർത്തുന്നതിലും സർക്കാർ പരാജയപ്പെട്ടു എന്നും നേതാക്കൾ വിമർശിച്ചു. LDFന്റെ വോട്ടുകൾ BJPയിലേക്ക് പോയി. ഈഴവ സമുദായം LDFൽ നിന്ന് അകന്നുവെന്നും പറയുന്നു. LDFന് മേൽക്കൈ ഉണ്ടായിരുന്ന പല ബൂത്തുകളിലും BJPക്ക് വോട്ട് കിട്ടിയിട്ടുണ്ട്. ഇത് പരിശോധിക്കണം. സർക്കാർ പുനർവിചിന്തനം ചെയ്യണം. LDFന് വേണ്ടത് എല്ലാ മതങ്ങളെയും സമുദായങ്ങളെയും ഒരുമിച്ച് കൊണ്ടുപോകേണ്ട അനുരഞ്ജനത്തിന്റെ വഴിയാണ് എന്നും നേതാക്കൾ ചൂണ്ടിക്കാട്ടി. ക്ഷേമ പെൻഷനുകൾ മുടങ്ങിയതും സപ്ലൈകോയിൽ സാധനങ്ങൾ ഇല്ലാത്തതും തിരഞ്ഞെടുപ്പിനെ ബാധിച്ചു. മന്ത്രി G. അനിലിന്റെ സാന്നിധ്യത്തിലായിരുന്നു ഈ വിമർശനം നടന്നത്. മുതിർന്ന പൗരന്മാരുടെ ബാലറ്റ് പേപ്പർ വോട്ടുകളിൽ വന്ന വോട്ട് വ്യതിയാനം ഇതിന് തെളിവാണ് എന്നും നേതാക്കൾ ചൂണ്ടിക്കാട്ടി. ഇത് കണ്ട് സർക്കാർ തിരുത്തണമെന്നും മണ്ഡലം തലത്തിലുള്ള വിമർശനമായ റിപ്പോർട്ടുകൾക്ക് ശേഷം ചർച്ചകൾ തുടരാമെന്നും ജില്ലാ എക്സിക്യൂട്ടീവ് തീരുമാനിച്ചു. പന്ന്യൻ രവീന്ദ്രനെ പോലെ മുൻ MPയെ നിർത്തിയിട്ടും കഴിഞ്ഞ തവണത്തേക്കാൾ വോട്ട് കുറഞ്ഞത് CPIയെ പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ്. പല സ്ഥലത്തും പ്രതീക്ഷിച്ച വോട്ട് പോലും തിരുവനന്തപുരം മണ്ഡലത്തിൽ CPIക്ക് ലഭിച്ചിട്ടില്ല. ആറ്റിങ്ങലിലും സമാന സ്ഥിതി വരെ ഉണ്ടായി. LDFന്റെ ശക്തി കേന്ദ്രങ്ങളിൽ BJP നടത്തിയ മുന്നേറ്റം ചൂണ്ടിക്കാട്ടിയായിരുന്നു വിമർശനം ഉണ്ടായത്. തിരഞ്ഞെടുപ്പ് പരാജയത്തിനു ശേഷവും ധാർഷ്ട്യത്തോടെയുള്ള മുഖ്യമന്ത്രിയുടെ പെരുമാറ്റത്തെയും നേതാക്കൾ വിമർശിച്ചു.